ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ 21st ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ കേക്ക് കട്ടിങ്ങും ട്രീറ്റും ഒക്കെ കഴിഞ്ഞിട്ടോ. എല്ലാ ബർത്ത്ഡേ പോലെ തന്നെ ഇതും സംതിങ് സ്പെഷ്യലും അതുപോലെ തന്നെ മെമ്മറബിളും ആയിരുന്നു. ആൻഡ് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ആൻഡ് നമുക്ക് കുറച്ച് വീഡിയോസിനെ കണ്ടാലോ. തലേദിവസം രാത്രി ഉണ്ടായിരുന്ന പ്രിപ്പറേഷൻസും കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇത് ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കണ്ണനും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയും കൂടെ കൂടിയിട്ടായിരുന്നു. ആൾ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡെക്കറേഷനും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളും പറയണേ. അപ്പം ഇത് നമ്മുടെ 21th ബർത്ത്ഡേയുടെ ക്യാൻഡിൽ ലൈറ്റനിങ് ആണ്. അങ്ങനെ ഇതൊക്കെ എടുത്ത് കുറേ റീൽസും ഷൂട്ട് ചെയ്തു, ഫോട്ടോസും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മൊത്തത്തിൽ ടയേർഡായി. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പയും മീൻകറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിരുന്നു നമ്മുടെ അന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഫോട്ടോഷൂട്ട്സിൻ്റെ അപ്ഡേറ്റ്സ്. പിറ്റേ ദിവസം നമുക്ക് ചാമ്പതാലി വരെ പോകേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഡ്രസ്സ് മേടിക്കാനും അതുപോലെ തന്നെ പ്രാക്ടീസിൻ്റെ കാര്യത്തിനും. അങ്ങനെ അവിടെയും കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നേ. എൻ്റെ ബർത്ത്ഡേ കൂടാതെ 2 പേരുടെ ബർത്ത്ഡേയും കൂടെ ഉണ്ടായിരുന്നു. ഒരാളിവിടെ ഇല്ല, ബാക്കി ഞങ്ങൾ 2 പേര് കൂടിയിട്ട് ആ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു ഇത്. ആൻഡ് സർപ്രൈസ് കേക്ക് കട്ടിങ് ആയിരുന്നേ. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കെല്ലാം നമ്മൾ ആ കേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കുട്ടി പിള്ളേരാണ്. അപ്പം നല്ല രസമാണ് ഇവരിങ്ങനെ നിൽക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ആണ്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയിലുണ്ടായിരുന്ന ഫൈനൽ കേക്ക് കട്ടിങ് ആണ് ഇത്. ഈ കേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ വീടിനടുത്ത ഒരാളത്, നമ്മുടെ ബ്രദർ എല്ലാം കൂടെ കൂടി ചേർന്ന ഒരാളാണ്, കണ്ണൻ ചേട്ടനാണ്. അപ്പൊ ആളിവിടെ ഇല്ലായിരുന്നു, ആൾക്ക് കടയിൽ തിരക്കുള്ളതാണ്, അവിടെ സ്റ്റേ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ കേക്ക് ഉണ്ടാക്കിയ ചേട്ടൻ ഞങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്യായിരുന്നു കേട്ടോ. വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ആള് 11 മണിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആൾക്കും കേക്ക് കൊടുത്തു. അങ്ങനെ അതിനുശേഷം കഴിച്ചിട്ടുണ്ടായിരുന്നത് കുഴിമന്തിയാണേ. ഇത് അൽഫാം കുഴിമന്തി ആയിരുന്നു. നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മേടിച്ചിട്ടുള്ളത് നനുഹയിൽ നിന്നാണ്. KMS ജംഗ്ഷനിലുള്ള ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. അവിടുന്ന് കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്നതാണ് ഇത് കാണുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന റെഡ് ടെഡി ബിയർ എനിക്ക് കണ്ണൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു. ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് March 1st. സോ സീ യു ഗൈസ്. ബൈ.